പെട്ടെന്ന് വീട്ടിലേക്ക് വന്ന് കയറുവാണേ. അപ്പോൾ അച്ഛൻ അതേ വരുന്നൊന്നും കാണുന്നില്ല കേട്ടോ. അച്ഛനെ തട്ടി ഇടുന്നുണ്ട് കേട്ടോ. നീ ഇതെന്താ കാണിക്കുന്നത് എന്നൊക്കെ പറയേ. അച്ഛൻ പെട്ടെന്ന് ഞാൻ അങ്ങോട്ടേക്ക് പോയതാണ് എന്നൊക്കെ പറയേ. എന്താ കാര്യം ചോദിക്കാൻ. അച്ഛൻ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ കൈ കയറി പിടിക്കുവേ. അപ്പോൾ അച്ഛൻ അവളെ ഒന്ന് വിളിക്കുക എന്ന് പറയുവേ. എന്താ നീ വിളിച്ചാൽ നിൻ്റെ ഭാര്യ വരത്തില്ലെന്ന് ചോദിക്കും കേട്ടോ. അതല്ലല്ല അച്ഛ, എനിക്ക് കുറച്ച് പ്രശ്നമുണ്ട്, ഞാൻ അവളുമായിട്ട് ശരിയില്ല, കുറച്ച് വഴക്ക് പിടിച്ചായിരുന്നു എന്നൊക്കെ പറയുവേ. അപ്പോൾ അച്ഛൻ വിളിക്കാൻ പറയും കേട്ടോ. എന്നിട്ട് അച്ഛനെ കൊണ്ട് ഇങ്ങനെ വിളിപ്പിക്കുവാണേ. നമുക്കറിയാലോ സച്ചി പോകുന്ന സമയത്ത് കുറച്ച് പൈസ എടുത്തിട്ട് നമ്മുടെ രേവതി പറയുമല്ലോ, ഈ മനുഷ്യനോട് പറയാൻ വന്ന എന്നെ പറഞ്ഞാൽ മതി, പോയി മൃഗങ്ങളോട് സംസാരിച്ചാൽ മതിയായിരുന്നു പറയുമ്പം സച്ചി എണ്ണിക്കൊണ്ടിരുന്ന പൈസ രേവതിക്ക് കൊടുത്തിട്ട് ബസ് കയറിയിട്ട് മൃഗശാലയിൽ പോകുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. ആ പ്രശ്നം എന്താണേലും ഉള്ളിൽ കിടക്കുവാണേ. അപ്പോഴത്തേക്കിനും അച്ഛനിങ്ങനെ വിളിക്കുക, രേവതി, മോളെ രേവതി വരുന്ന അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഇങ്ങോട്ടേക്ക് വരുവേ. എന്താ അച്ഛാ വിളിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കുക. അതാ ഇവൻ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറയേ, അച്ഛാ മാലയ്ക്ക് ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും അച്ഛൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ചോദിക്കണം, ഇത് ഞാൻ ഇവളോട് പറയണം അല്ലേ? മോളെ കേട്ടല്ലോ പറഞ്ഞത്, മാലയ്ക്ക് ഓർഡർ വന്നിട്ടുണ്ട്. കേട്ടു അച്ഛാ. മാല എത്ര എണ്ണം വേണമെന്നും എന്ത് ഓർഡറിനാണെന്നും കല്യാണത്തിനോ മറ്റ് വിശേഷത്തിനാണോ എന്നൊക്കെ എത്ര എണ്ണം വേണമെന്നൊക്കെ ഇങ്ങനെ പറയാം അച്ഛാ എന്നിങ്ങനെ രേവതി പറയുവേ. അപ്പോൾ അച്ഛൻ പറയേ, ഇത് ഞാൻ ഇവനോട് ഇങ്ങനെ പറയണം അല്ലേ? 500 500 500 കേൾക്കുമ്പോൾ അച്ഛനും ഞെട്ടും നമ്മുടെ രേവതിയും ഞെട്ടി ഇങ്ങനെ നിൽക്കുവാണേ. അച്ഛാ ചുമ്മാ കളിക്കാതെന്ന് പറയാം അച്ഛാ. ചുമ്മാ കളിക്കാതെടാ. പിന്നെ ഞാനിവിടെ കളിച്ചോണ്ട് നിൽക്കല്ലേ, 500 എണ്ണത്തിന് ഓർഡർ പിടിച്ച് വെച്ചിട്ട് നിൽക്കുകയാണ് ഇവിടെ. അല്ല, ഈ 500 മാലയ്ക്ക് ആര് മേടിക്കാനാടാ? എൻ്റെ ഫ്രണ്ട് അറിയത്തില്ലേ അനൂപ, അവൻ മുഖാന്തരം കിട്ടിയ ഒരു ഓർഡറാണ്. അവരൊരു സമൂഹ വിവാഹം നടക്കുന്നുണ്ട്. 500 പേർക്ക് വേണം. 250 ജോഡിയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്. ഇതാ പൈസ ഇതാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കവറിൽ നിന്ന് പൈസയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കാണിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അച്ഛൻ്റെ മുഖവും രേവതിയുടെ മുഖമൊക്കെ ഒന്ന് വിരിയുവേ. എന്നിട്ട് ഇങ്ങനെ പൈസ മുഴുവൻ നീട്ടിയിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് കാണിക്കും കേട്ടോ. ഇതാ അച്ഛൻ വാങ്ങച്ചാന്ന് പറയാം. അപ്പോൾ അച്ഛൻ പറയും, എനിക്ക് എന്തിനാണ് തരുന്നത്, അങ്ങോട്ടേക്ക് കൊടുക്കുക എന്ന് പറയും കേട്ടോ. എന്നിട്ട് അത് അച്ഛൻ കൊടുത്താൽ മതി എന്ന് പറയുക. എന്നിട്ട് സച്ചി അച്ഛൻ്റെ കൈ കൊടുക്കും കേട്ടോ. എന്നിട്ട് അച്ഛനാണ് രേവതിയുടെ കയ്യിലോട്ട് കൊടുക്കുന്നത്. മാലയ്ക്ക് മൊത്തം എത്ര രൂപ വരുമെന്ന് ചോദിക്കുക അച്ഛാന്ന് ഇങ്ങനെ ചോദിക്കുക. അന്നേരം നമ്മുടെ ഇങ്ങനെ രേവതി പറയേ, ഓരോ ദിവസവും ഒരു മാലയ്ക്ക് പല റേറ്റ് ആയിരിക്കും. വിശേഷ ദിവസങ്ങളിലേക്ക് വേറെ റേറ്റ് ആയിരിക്കും. ഓണത്തിന്, വിഷുവിന്, നവരാത്രിക്ക് അങ്ങനെയൊക്കെ വേറെ റേറ്റ് ആയിരിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ സച്ചി പറയാം, അതൊന്നും വേണ്ട, എനിക്ക് മൊത്തം മാലയ്ക്ക് എത്രയാവുമെന്ന് പറയേ. എന്നിട്ട് എത്ര എണ്ണം വേണമെന്ന് ചോദിക്കുക. അപ്പോൾ രേവതി ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും അച്ഛൻ ചോദിക്കുക എത്ര എണ്ണം വേണമെന്ന് ഇങ്ങനെ ചോദിക്കുക. അന്നേരം സച്ചി ഇങ്ങനെ പറയുക, 500 എണ്ണം 500 എണ്ണോ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും വീണ്ടും ഞെട്ടുവേ. ഇപ്പോഴത്തെ കണക്ക് വെച്ച് നോക്കിയെന്നാൽ ഒരു മാലയ്ക്ക് 1000 രൂപ വരും. 500 മാലയ്ക്ക് 5 ലക്ഷം രൂപ. സമൂഹ വിവാഹത്തിന് എന്നല്ലേ പറഞ്ഞത്. അപ്പം നമ്മുടെ ലാഭത്തിൽ നിന്ന് കുറച്ച് കൊടുക്കാം.